ചുരുക്കി പറഞ്ഞാൽ മതപ്രബോധകർ മാത്രമായിരുന്നില്ല പ്രവാചകന്മാർ. സാമൂഹ്യ നീതിക്ക് വേണ്ടി, വിമോചനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മനുഷ്യർ അകപ്പെട്ട സകലമാന പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി പ്രവാചകന്മാർ നിലകൊണ്ടു. നമ്മൾ അവരെ ഒരു കേവലം മതപ്രബോധകരായിട്ട് മാത്രം കാണുവാൻ നമുക്ക് തെളിവില്ല. മൂസാ നബി അലൈഹിസ്സലാം എടുത്തു പറയേണ്ട മറ്റൊരു പ്രവാചകനാണല്ലോ. അദ്ദേഹം ഇസ്രായേല്യരുടെ വിമോചനത്തിന് വേണ്ടി നിയോഗിതനായ ഒരു പ്രവാചകനാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമുദായം, ഫറോവ അവരെ അടിമകളാക്കി വച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ശബ്ദിച്ചത് ഫറോവയ്ക്കെതിരെയാണ്. ഏകാധിപതിയായ ക്രൂരനായ ഒരു ഭരണകൂടത്തിനും ആ ഭരണകൂടത്തിൻ്റെ സംസ്കാരത്തിനും ആ ഭരണകൂട നിയമവ്യവസ്ഥകൾക്കുമെതിരെ ശക്തമായി അദ്ദേഹം ശബ്ദിക്കുന്നുണ്ട്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. പല പ്രാവശ്യമായി നമ്മളൊക്കെയും അത് കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിനെതിരെ, ആ ഭരണകൂട നയങ്ങൾക്കെതിരെ അദ്ദേഹവും ശക്തമായി നിലകൊണ്ടു. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹവും ശക്തമായി നിലകൊണ്ടു. ഏത് തിന്മയ്ക്കെതിരെ? പൗരോഹിത്യം എന്ന് പറയുന്ന തിന്മയ്ക്കെതിരെ. ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന പുരോഹിതന്മാർ ഈ പൗരോഹിത്യത്തിന്റെ മുഖത്ത് നോക്കി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ വെള്ളപൂശിയ ശവക്കല്ലറകളാണ്. എത്ര കൃത്യമായ വാക്കുകളാണ്, അർത്ഥവത്തായ പ്രയോഗമാണ്. വെള്ളപൂശിയ ശവക്കല്ലറകൾ. കാരണം നിങ്ങളെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല താടിയുണ്ട്, നല്ല തലപ്പാവുണ്ട്, വെള്ള വസ്ത്രമാണ്. നിങ്ങളെ കണ്ടാൽ ആരുമൊന്ന് ആദരിച്ചു പോകും, ബഹുമാനിച്ചു പോകും. പക്ഷേ നിങ്ങളുടെ ഹൃദയം ശവക്കല്ലറയിൽ, ആ കല്ലറയുടെ അകത്ത് ചീഞ്ഞുനാറിയ ശവങ്ങളെ പോലെയാണ്. ശവക്കല്ലറ, അതിൻ്റെ പുറം ഭാഗം നോക്കിയാൽ വെളുത്ത് പെയിന്റ് അടിച്ച് കെട്ടിപ്പൊക്കി വച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ അകത്തെന്താണ് നമുക്കറിയാം. ഈസാ നബി അലൈഹിസ്സലാം സധൈര്യം ഈ പൗരോഹിത്യത്തിനെതിരെ, പൗരോഹിത്യം എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികളാണ് ആ കാലഘട്ടത്തിൽ, തൗറാത്തിനെ പിൻപറ്റുന്നവർ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ മതത്തെ പുരോഹിതന്മാർ വികലമാക്കിയിരുന്നു. ആ വികലമാക്കിയ പുരോഹിതന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു പൗരോഹിത്യ മതമുണ്ട്. ആ മതമായിരുന്നു ആ കാലഘട്ടത്തിൽ